നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷീജ ജയ്മോൻ. ലൈഫ് ആൻഡ് ബിസിനസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ഞാൻ എഴുതിയ ബുക്കാണ് ശുഭചിന്ത നൽകിയ വിസ്മയം. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട്, ഒരു ലേസർ ഫോക്കസ്ഡ് ആയിട്ട് ലൈഫിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കൊന്നുമില്ല, ഞാൻ അത്രയും സ്റ്റക്കാണ് എന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ബുക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശക്തിയും ഊർജവും നൽകുന്നൊരു ബുക്കാണ്. എൻ്റെ ഒരു 69 ചാപ്റ്റേഴ്സാണ്. ഞാൻ എങ്ങനെ ഒരു സ്ക്രാച്ചിൽ നിന്ന് ഒരു മില്യനെയറായി ഇന്ന് ഇത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണ ഒരു ലൈഫ് കോച്ചായിട്ട് എങ്ങനെ മാറി, ഇതെല്ലാം ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ പോയി വാങ്ങാം, ശുഭചിന്ത നൽകിയ വിസ്മയം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? ചില മനുഷ്യർ മാത്രം ജീവിതത്തിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് എന്താ പ്രത്യേകത? അവരുടെ ജീവിതത്തിൽ അവരെന്ത് തൊട്ടാലും വിജയിക്കുന്നു. പക്ഷേ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി അധികം പ്രയത്നിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ ഈ സക്സസ് എന്ന് പറയുന്നത് പടി കടന്നു വരണില്ല. എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇങ്ങനെയുള്ള ലെവലിലേക്ക്, ഒരു ആവറേജിൽ നിന്ന് ഒരു ഫോർച്യൂൺ ലിവിങ്ങിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രം പോകുന്നു? എന്തുകൊണ്ട് ഒരു മെജോറിറ്റി ആൾക്കാർക്കും ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായിട്ട് പോകണം? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ഭൂരിപക്ഷത്തിന് മുകളിൽ ഉയരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ആരാവാനാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രത്യേക വ്യക്തിയായിട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റിയെ നമുക്ക് വളർത്താൻ പറ്റണം. അപ്പം ഇതിൻ്റെ ഒരു മേജർ കാരണം പണമല്ല. ഇതിൻ്റെ ഒരു മെയിൻ കോസ്, പല ആൾക്കാരും ഓർക്കും എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട്, നല്ല ബന്ധങ്ങളില്ലാത്തതുകൊണ്ട്, നല്ല സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ? ഞാൻ നിങ്ങളോട് പറയുക, ഞാൻ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങുന്നത് 19 വയസ്സിലാണ്. സത്യത്തിൽ ഈ ഒരു കമ്പ്യൂട്ടർ ബിസിനസ് തുടങ്ങി ഇന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മില്യനെയറായിട്ട്, ഒരു മൾട്ടി മില്യനെയറായിട്ട് ഇന്ന് എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഒരു ഇൻറ്റൻഷനലി ഒരു പർപ്പസ്ഫുൾ ലിവിങ്ങിലേക്ക് എൻ്റെ ഈ ഒരു 52 വർഷത്തെ ഒരു ജീവിതം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് പല ആൾക്കാർക്കും പറ്റാത്ത കാര്യങ്ങൾ ചിലർക്ക് മാത്രം ചെയ്യാൻ പറ്റണത്? പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ പല ആൾക്കാർക്കും പറ്റാറില്ല. കാര്യം എന്താണെന്നറിയാമോ? എല്ലാ ആൾക്കാരും ഒരു മെജോറിറ്റി മനുഷ്യരും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്താൽ പോണേ. അപ്പം ഈ ഒരു ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളും ആവർത്തിച്ച് എന്ത് പറ്റും? നമ്മൾ അവരെ പോലെ ആവും. അപ്പം ഈ അവരെ പോലെ ആയിക്കഴിഞ്ഞാൽ 95% ആൾക്കാർ സ്ട്രക്കാണ്, ആവറേജ് ലൈഫാണ്. അവരുടെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള ഒരു കാര്യങ്ങളും അവരുടെ ലൈഫിലില്ല. അവർ അന്നന്നത്തെ ബില്ലടയ്ക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി 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 അലഞ്ഞ് ജീവിക്കുക ചെയ്യണേ. ഏറ്റവും കൂടുതൽ ചെയ്യണത് അതാ, മറ്റുള്ളവർ തരുന്ന പരിഹാസങ്ങൾ, വിഷമങ്ങൾ, ഇതൊക്കെ ഉള്ളിൽ പിടിച്ച് അവനവനോട് തന്നെ ഒരു എരയായിട്ട് ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ നിശ്ചയിക്കണം. ആ ഒരു വലിയ ലക്ഷ്യം നിശ്ചയിച്ച് നമ്മൾ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഒരു അസാധാരണ വ്യക്തിയായിട്ട് മാറാൻ നമ്മൾ മാറുമ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പം ഞാനിപ്പോൾ തിരിച്ചിരിഞ്ഞ് നോക്കിയാൽ വിജയം എന്ന് പറയുന്നത് എൻ്റെ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വിജയത്തെ കൂടുതൽ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാം എന്നുള്ള എൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും എന്നെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യുവാണ്. ഇന്നലത്തെ ഷീജയിൽ നിന്ന് ഇന്നത്തെ ഷീജയ്ക്ക് 1% പുരോഗതി ഉണ്ടാക്കാൻ പറ്റുമോ? എവരിഡേ നല്ല ബുക്കുകൾ വായിക്കാൻ പറ്റുമോ? നല്ല മെൻറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ കഴിക്കാൻ പറ്റുമോ? ലൈഫ് ലോങ് ഇങ്ങനെ പഠിക്കുന്ന ഒരാളായിട്ട്, ഒരു ഡിസിപ്ലിനുള്ള കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിൻ ആക്ഷനുള്ള ഒരാളായിട്ട് മാറിയപ്പോൾ ലൈഫ് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ പഠിക്കാൻ നോക്കണം. നമ്മുടെ ലൈഫിൽ വിജയിച്ച ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിക്കാൻ തുടങ്ങണം. കാര്യം ഈ ലോകത്തിൽ എല്ലാം ഉണ്ട്, ഒന്നിനും ഇവിടെ ഒരു കുറവുമില്ല. കാര്യം ഞാൻ പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഭയങ്കര വലിയ സ്ട്രാറ്റജി ഉണ്ടാക്കി, ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം,
ഇപ്പം ഈ ഇത്രയും ലാർജ് ബിസിനസ്സുകളൊക്കെ ചെയ്ത് ഇത്രയധികം ആൾക്കാരെയൊക്കെ അഡ്രസ്സ് ചെയ്ത് ഈ ഒരു 33 വർഷത്തെ എൻ്റെ ബിസിനസ് എക്സ്പെർട്ടൈസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്നറിയാമോ? സൂര്യൻ്റെ കീഴിൽ പുതിയതായിട്ടൊന്നുമില്ല, എല്ലാം പഴയതാണ്. പക്ഷെ നമ്മളെപ്പോൾ അത് തിരിച്ചറിയുന്നു, നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എങ്ങനെ നമ്മളുടെ ഡോട്ടുകൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് പുറകോട്ട് യാത്ര ചെയ്യാനും നമ്മളൊന്ന് കണക്ട് ചെയ്യാനും തുടങ്ങുമ്പോൾ ലൈഫ് മാറും. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ജീവിച്ച് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വിജയം എന്ന് പറഞ്ഞൊരു ആക്സിഡൻ്റലല്ല. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ച് ആ ഒരു തീരുമാനിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ആ വിജയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. യൂണിവേഴ്സിൻ്റെ പ്രത്യേകത എന്നറിയാമോ? യൂണിവേഴ്സിന് ഒരാളോടും ഒരു കുശുമ്പുമില്ല, കുന്നായ്മയില്ല, ഒന്നുമില്ല, നിഷ്പക്ഷമാണ്. ഏതൊരാൾക്കും എന്തും തരാനായിട്ടുള്ള മാജിക്കൽ ശക്തിയിലാണ് യൂണിവേഴ്സ് ഇവിടെ ഇരിക്കുന്നത്. ഒന്നിനും ഒരു കുറവുമില്ല. യൂണിവേഴ്സ് അത്രയും അബണ്ടൻസിലായിരിക്കുന്നത്. പക്ഷെ എവിടെയാണ് കുറവുള്ളത്? നമ്മൾ വിചാരിക്കുന്നു അവന് കിട്ടിയ എനിക്ക് കിട്ടൂല, എൻ്റെ ലോകം അവന് കൊണ്ടുപോയാൽ നടക്കൂല. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഇല്ലായ്മയുടെ ഒരു ഫ്രീക്വൻസി, ഒരു പേടിയുടെ ഫ്രീക്വൻസി നമ്മൾ യൂണിവേഴ്സിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, വേറൊരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിജയിച്ച ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യണത് എന്ന് മനസ്സിലാക്കി അവരുടെ ആശയങ്ങൾ, അവരുടെ ഉൾക്കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ പ്രായവ്യത്യാസമില്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ സക്സസ്ഫുൾ ആയിട്ട് ഫ്രെയിം വർക്ക് നമ്മൾ ഉപയോഗിച്ചാൽ ജീവിതം മാറും. ഇപ്പം ആലോചിച്ചൊരു ഈ ഒരു കോവിഡ് പാൻഡമിക് ഒക്കെ വന്നപ്പോൾ ഈ ഒരു ഇന്ത്യയിൽ തന്നെ ശരിക്കും 1 കോടിയൊക്കെ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാർ 2,14,000 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3-4 വർഷത്തിൽ അത് ഡബിളായി. ഇപ്പം ഒരു 4 ലക്ഷത്തി ഒരു 4 ലാക്ക് പ്ലസ് ആൾക്കാർ ഒരു വർഷം 1 കോടി ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഇൻകം ടാക്സിൻ്റെ കണക്ക് വെച്ചിട്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു 20% ആൾക്കാരെങ്കിലും അവരുടെ വരുമാനം കൂട്ടി പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും 90% ആൾക്കാരും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എവിടെയാണോ അവർ തുടങ്ങിയത് അവിടെ തന്നെ നിന്ന് പോവുക ചെയ്യണേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രതികരണമുണ്ട്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റലല്ല. അത് ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിശ്ചയിച്ച്, ഇപ്പം ഞാൻ എൻ്റെ ഒരു കരിയർ തുടങ്ങിയപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക. അത് വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യാനും ഓരോ ദിവസവും പുതിയൊരു വഴിയിലൂടെ യാത്ര ചെയ്യാനും എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തകർച്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എണീക്കാനും വീണെടുത്തുനിന്ന് തന്നെ എണീക്കാനും നടക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഓരോ ഫെയിലിയേഴ്സും എന്നെ കൂടുതൽ വിജയിപ്പിക്കുകയോ ചെയ്തേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ വിജയിച്ച ആളുകൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും വിജയിച്ചാൽ നിങ്ങൾക്കും അവരുടെ ഫലം കിട്ടും. അപ്പം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു 33 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ഞാൻ ക്ലാസ്സുകളായിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് കേരളത്തിൽ ഒത്തിരി അധികം മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഓരോ പാഠപുസ്തകവും അവർ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ലൈവായിട്ട് പഠിക്കുകയും അവർക്ക് ആ സപ്പോർട്ട്, ഇപ്പോൾ ഞാനൊരു 5 ഇയർ മെമ്പർഷിപ്പാണ് എൻ്റെ ഡയമണ്ട് മെമ്പർഷിപ്പ്. അപ്പോൾ ഡയമണ്ട് മെമ്പർഷിപ്പിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ട് ഇപ്പോഴ്. അപ്പോൾ ഇവരൊക്കെ അവരുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുകയും ഓരോ ദിവസവും അവരെ ചലഞ്ച് ചെയ്തിട്ട് വിജയിച്ച ആൾക്കാർ ചെയ്യണ കാര്യങ്ങൾ അവരവരുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ അവരുടെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോലെയാണ് മാറിയത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലോകത്തിൽ ആരും നിങ്ങളെക്കാൾ മികച്ചവരല്ല, ആരും നിങ്ങളെക്കാൾ മിടുക്കരുമല്ല. അപ്പം നമ്മൾ ആ ഒരു ചിന്തയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ല നമ്മൾ എന്തു പറയും, അവൻ രക്ഷപ്പെട്ടു, അവൻ്റെ ഒരു അവൻ ഭയങ്കര ലക്കിയാണ്, അവന് വേറെ എന്തൊക്കെയുണ്ട്, ഇങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വലിയ സ്വപ്നം കാണുക എന്നുള്ളതാണ്. ആ വലിയ സ്വപ്നം കാണാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ജീവിതം മാറും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയുള്ളൊരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ നിങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ എങ്ങനെയുള്ള ലൈഫ് കൊടുക്കണം, ഇതൊക്കെ നിങ്ങളുടെ ഭാവനയിൽ ഒരു മൂവി പോലെ കാണാൻ പറ്റുകയും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പൈസ വേണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം, ഇതിന് ഒരു ലിമിറ്റേഷൻ നിങ്ങൾ വെക്കേണ്ട. കാര്യം എന്താ, യൂണിവേഴ്സ് നല്ല അബണ്ടൻസിലാണ്.
എല്ലാം നമുക്ക് എല്ലാവർക്കും അത്രയധികം കഴിവുകളും ഉണ്ട്. പക്ഷേ ഈ ഒരു കഴിവുകൾ നമുക്ക് എന്തുകൊണ്ട് പറ്റണില്ല? നമ്മുടെ പേടി, ഞാൻ തോൽക്കുവോ, ഞാനൊരു പരാജയമാവോ, ഇങ്ങനെയൊക്കെയുള്ള ലിമിറ്റഡ് ബിലീഫ്സ് ആണ് നമ്മുടെ ജീവിതത്തെ നമ്മളെ താഴ്ത്തേക്ക് കൊണ്ടുപോണത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിശ്വസിക്കുകയും നിങ്ങളുടെ ആ വിശ്വാസ പ്രമാണങ്ങൾ മാറ്റുകയൊക്കെ ചെയ്താൽ ലൈഫ് മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയും, അറ്റ്ലീസ്റ്റ് മിറക്കിൾ മോർണിംഗ് മില്യനെയർ വർക്ക്ഷോപ്പ് 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. 1000 രൂപയ്ക്കാണ് എൻ്റെ ഫോളോവേഴ്സിന് ഞാൻ കൊടുക്കണത്. കാര്യം എന്താ? അതെൻ്റെ ഒരു സർവീസ് ആയിട്ട് ചെയ്യണേ. എൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? 1 മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്ന ആ ഒരു മഹത്തായ ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഈ അക്കാഡമി നടത്തുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പല മനുഷ്യർക്കും പ്രസന്റ് മൊമെന്റിലാണ് ലൈഫ് ഉള്ളത്. പക്ഷെ ഏതെങ്കിലും ഒരാൾക്ക് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പറ്റുന്നോ? എല്ലാവരും ഒന്നല്ലെങ്കിൽ പാസ്റ്റിലാണ്, അല്ലെങ്കിൽ നാളെ ഇനി എൻ്റെ ലോൺ എടുത്തിട്ട് വീട് കൊണ്ടുപോകുമോ, എൻ്റെ മകൻ ഇങ്ങനെ ആകുമോ, ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ, ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കണേ. പക്ഷെ ഇന്നത്തെ ദിവസത്തിലേക്ക് വരാനും നമ്മുടെ ജീവിതത്തിൻ്റെ 100% ലൈഫിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി എടുക്കാനും നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യാനും നമ്മളുടെ നല്ലൊരു ജീവിതത്തെ ഇമാജിൻ ചെയ്യാനും അതിലേക്ക് വർക്ക് ചെയ്യാനും തുടങ്ങുമ്പോഴാണ് ലൈഫ് മാറുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 5 ഇയറിൽ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ ഇൻകം ഉള്ള ഒരു ആളായിട്ട്, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈഫ് കോച്ച് ഈ ഒരു അക്കാഡമിയിലേക്ക് വരിക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണത് 1000 rupees മുടക്കിയാണ്. ആദ്യം നിങ്ങൾ ബുക്ക് ചെയ്യണ 100 പേർക്ക് 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് മിറക്കിൾ മോർണിംഗിൽ വരാം. എഗെയിൻ നിങ്ങളെ വെച്ച് 1 മാസം എൻ്റെ കൂടെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഗുലർലി 5900 ആണ്. പക്ഷെ റെഗുലർ വരുമ്പോൾ നിങ്ങൾക്ക് 2500 ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മന്തിലേക്ക് നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ 365 ദിവസം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ സിൽവർ മെമ്പർഷിപ്പിലേക്ക് വരാം. 5 ഇയർ നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ ഒരു മെൻറ്ററായിട്ട് നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് വരാം. കാര്യം എന്താ? പല മനുഷ്യരും പല കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് വെച്ച് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് പോയേക്കുവാണ്. ഒരു ഡിസിപ്ലിൻ ഇല്ല, ലൈഫിനൊരു സിസ്റ്റം ഇല്ല, അവനവൻ്റെ ലൈഫിനെ പറ്റി നല്ല വിശ്വാസങ്ങളില്ല. അപ്പോൾ ഈ വിശ്വാസങ്ങൾ തൊട്ട് മാറ്റം വന്നാൽ മാത്രമേ ജീവിതം മാറുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അക്കാഡമി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി യുണീക്ക് പ്രോഗ്രാംസ് നിങ്ങൾക്ക് വേണ്ടി തന്നേക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിനെ വിട്ട് കളഞ്ഞ് പ്രസന്റ് മൊമെന്റിലാണ് ജീവിതം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യങ്ങൾ അറിച്ചറിഞ്ഞ് നിങ്ങളുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്കൽ ലിവിങ്ങിലേക്ക് പോകാനും ഒക്കെ നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുവാണ് നമ്മുടെ അക്കാഡമി ചെയ്യണത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുവാണ്, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു അവസരമാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കിട്ടുന്നത്. ഈ ഒരു അവസരം നമ്മൾക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. കാര്യം ഓരോ മനുഷ്യർക്കും എന്തും ചെയ്യാനായിട്ടുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പം നിങ്ങൾ ആലോചിക്കുക, എൻ്റെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത 5 വർഷത്തിൽ ഞാൻ എന്താണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കണം? 5 വർഷം ഞാൻ എന്നെ മുന്നോട്ട് കാണുമ്പോൾ എൻ്റെ ലൈഫ് എവിടെ ഉണ്ടായിരിക്കും? ഈ ഒരു ചിന്ത നിങ്ങൾ ഇന്ന് ഇട്ട് നിങ്ങൾ ഈ ഒരു അക്കാഡമിയിലേക്ക് വരൂ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ, നിങ്ങളിൽ വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ എന്തും നേടാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങളെ കൈ പിടിച്ചുയർത്താനാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ സഹായിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്നറിയാമോ? ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ജീവിതമാണ്. ആ ഒരു യാത്രയെ നമ്മൾ എൻജോയ് ചെയ്യുക. കാരണം ഇതൊരിക്കൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു യാത്രയെ നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു അർത്ഥവും ഇല്ല. അപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ജീവിക്കാം എന്നല്ല, ഇന്നത്തെ ഈ ഒരു ജീവിതം ഏറ്റവും സുഖകരമായിട്ട് സന്തോഷത്തോടെ ആസ്വദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഗെയിൻ നമുക്ക് വേണ്ടതിലേക്ക് മെജോറിറ്റി ആൾക്കാരും 80% ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് സമയം കളയണേ. അപ്പം നിങ്ങളുടെ ബ്രെയിനിനെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് ലൈഫിൽ മാറ്റം വരുന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങളുടെ ഒന്ന് കമൻ്റ് ഒന്ന് എഴുതുക. നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഒരു മാജിക്കൽ കപ്പാസിറ്റി, നിങ്ങൾ ഒരിക്കലും ഫെയിലിയർ ആവില്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ജീവിതം നിങ്ങൾ ജീവിക്കും? എവിടെയായിരിക്കും നിങ്ങളുടെ സ്വപ്ന ഭവനം എവിടെയായിരിക്കും? ഏത് വണ്ടിയായിരിക്കും നിങ്ങൾ ഓടിക്കുന്നത്? എന്ത് ബിസിനസ് അല്ലെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫ്? ആ ഒരു 5 ഇയർ കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടാവും? ഇതൊന്നും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റുമോ? കാര്യം യൂണിവേഴ്സ് മുഴുവൻ അബണ്ടൻസിലാണ്. പക്ഷെ നമ്മൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടും നമ്മൾ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യണമുണ്ട്
നമ്മുടെ വൈബ്രേഷൻ അത്രയും ലോ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വരുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഈ ലോകം മുഴുവനും നന്മയുടെ ഒരു ലോകം കൂടി ഇവിടെ ഉണ്ട്. തിന്മയുടെ ലോകത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് നമ്മളിലേക്ക് വരുന്നു. പക്ഷേ നമ്മളുടെ ഹൃദയത്തിന് നല്ല വികാസമുണ്ട്, അതിന് നല്ല ചിന്തകളാണ് നമ്മൾ വെച്ചേക്കണത്, ഒരു ലിമിറ്റേഷനും ഇല്ല. നമ്മൾ അത്രയും ഓപ്പണായിട്ട് ഒരു നല്ല സത്ചിന്തയോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിലേക്കുണ്ടല്ലോ, നമ്മുടെ മൈൻഡിനെ നമ്മളങ്ങോട്ട് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ ഉള്ള കപ്പാസിറ്റി നമ്മളുടെ മൈൻഡിനുണ്ട്. ആ മൈൻഡും നമ്മളുടെ ഹാർട്ടും കൂടി അങ്ങ് ചേർന്ന ലൈഫ് അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് ഇത്ര ഉറപ്പായിട്ട് പറഞ്ഞതറിയാമോ? എൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്നെ വിശ്വസിച്ചത് കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും ഞാൻ സ്റ്റക്കായിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്റ്റക്കാണോ? നിങ്ങളുടെ ലൈഫിലൊരു സപ്പോർട്ട് വേണോ? ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമിയിലേക്ക് വരിക. എൻട്രി ലെവൽ പ്രോഗ്രാംസ് വെച്ച് നിങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലോങ് ലേണിങ്ങിലേക്ക് നിങ്ങൾക്ക് ഈ അക്കാഡമി തന്നെ പഠിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഇൻകം ഉള്ള ആളായിട്ട് എങ്ങനെ മാറാം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എങ്ങനെ മാറാം, നിങ്ങളുടെ കരിയറിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം, ഇവയെല്ലാം നിങ്ങളൊരു കൊച്ചുകുട്ടിയെ പോലെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഒരു മനസ്സും പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രോഗ്രാംസിനെ പറ്റി അറിയണമെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾക്ക് ക്ലാസ്സിൽ കാണാം. നമ്മളുടെ മിറക്കിൾ മോർണിംഗിൻ്റെ ക്ലാസ് വരുന്നത് 27-ാം തീയതി രാവിലെ 5 മണിക്കാണ്. അപ്പം നിങ്ങൾക്ക് മോർണിംഗ് ബാച്ചിൽ വേണമെങ്കിൽ രാവിലെ ചേരാം. എഗെയിൻ വൈകുന്നേരത്തെ ബാച്ചിൽ വേണമെങ്കിൽ 9 മണിക്കാണ് വൈകുന്നേരം. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ഇപ്പം നമ്മൾക്കൊരു 30 കൺട്രിയിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. കാര്യം എന്താണെന്നറിയാമോ, ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും ഒരു ആവറേജിൽ നിന്നൊരു ഫോർച്യൂൺ ലിവിങ്ങിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും റൈറ്റ് സോഴ്സ് ആയിരിക്കും നമ്മുടെ അക്കാഡമി. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഒരു മിറായിയുടെ ഒരു സാരിയൊക്കെ എടുത്തിട്ട് വന്നേ. ഒരു യെല്ലോ സാരിയാണ്. ഇപ്പം നമ്മൾ ഈ സാരിയുടെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അറിയാമോ, ഓരോ ദിവസവും പുതിയ പുതിയ സാരി എടുക്കാൻ പറ്റുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് എവറി ഡേ പുതിയ സാരി എടുക്കാൻ പറ്റുന്നുണ്ട്. കാര്യം എല്ലാ ദിവസവും മിറായിൽ ഇങ്ങനെ കാണിക്കണമല്ലോ ആൾക്കാരെ, പുതിയ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അനീറ്റ ഇങ്ങനെയുള്ളൊരു മിറായ എന്ന് പറഞ്ഞിട്ട് അനീറ്റ അലൈനയും കൂടി ഒരു സാരി ബ്രാൻഡ് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഞാൻ മാറി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ സാരികൾ എടുക്കണേ. അപ്പോൾ എവറി ഡേ അവരെന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. നമ്മുടെ ലൈഫിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ ലൈഫ് ഗ്രോ ചെയ്യിക്കാൻ ദൈവം ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ട്. ഞാൻ ഫുള്ളി സപ്പോർട്ടഡ് ആണ്. എൻ്റെ ലൈഫിൽ നല്ല മനുഷ്യരെ തരും. എൻ്റെ ജീവിതം മാജിക്കലി എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ലൈഫിൽ ഒരു കാര്യവും നടക്കില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ സാരി ഇഷ്ടമായെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. എഗെയിൻ ഇന്ന് ഞാൻ ഫുൾ ബ്ലാക്ക് മെറ്റലൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണേ. ഇതൊക്കെ പഴയ കളക്ഷനാണ്, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരിയുടെ കൂടെ ബ്ലാക്ക് മെറ്റലൊക്കെ ഇടാനായിട്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ നല്ല മാലയൊക്കെ ഇടുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുമൊക്കെ എന്തായാലും കമൻറ്റ് ഇടണം. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാനത് ബേസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈവൻ നമ്മളുടെ കണ്ടൻറ്റ് എക്സ്ക്ലൂസീവായിട്ട് വേണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടൻറ്റ് അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ 799-ലും 89-ലൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും എടുക്കാവുന്നതാണ്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.